സമരം ചെയ്യാനല്ലല്ലോ നമ്മൾ ശബരിമലയിലേക്ക് വരുന്നത്. അസൗകര്യം ഉണ്ടാവില്ല, ബസ്സുകൾ നിറയുന്നതനുസരിച്ച് ആളെ വിടും. അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. തീർച്ചയായിട്ടും അതൊന്നും കുഴപ്പമില്ല. ഒരു എന്തിനും നമ്മളവിടെ ഒരു മാർഗം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ ഭക്തിയായ സാന്ദ്രമായി വരുമ്പോൾ ഭക്തി സാന്ദ്രമായി മടങ്ങണം. അവിടെ ക്ഷമയാണ്. അയ്യപ്പന് വേണ്ട 41 ദിവസം വ്രതം എടുക്കുന്ന അയ്യപ്പന് ക്ഷമ വളരെ പ്രധാനമാണ്. അസഭ്യം പറയില്ല, ദേഷ്യപ്പെടില്ല. നമ്മുടെ നാട്ടിലറിയില്ലേ, കുഞ്ഞുങ്ങൾ മാലയിട്ട് കഴിഞ്ഞാൽ അധ്യാപകർ പണ്ട് വഴക്കുപോലും പറയത്തില്ല. ഈ വ്രതം എടുക്കുന്നത് മനഃശക്തിക്കും കൂടി വേണ്ടിയിട്ടാണ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും. അതിന് വരുമ്പോൾ അത് ചെയ്യുക, ശരണം വിളിക്കുക. അല്ലെ ബസ്സിന് മുമ്പിൽ കയറി ഇരുന്നിട്ട് മറ്റുള്ളവർ കൂടി തടസ്സം ഉണ്ടാക്കുകയും കുഞ്ഞുങ്ങളെ മറയാക്കുകയും ചെയ്യുന്ന അതൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാനൊരു ദൈവവിശ്വാസി പറയാണെന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ്. ആണെന്ന് പറയും, ഞാനത് പറയും. തിരക്ക് അല്ല, അതിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ച് കൊടുക്കണം. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക. ഞാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ്, ഒളിച്ചും പാത്തും പറയുന്നതല്ല, നിയമസഭയിൽ ഇതേ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതായത് അരവണയും അപ്പവും ഒരു 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണില്ല. കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയും അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം. ഇത് 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുന്നൊരു സാധനമാണ്. ആ പ്രോഡക്റ്റ് താഴെ വിറ്റാൽ മതി.